നിഴലിന്റെ ചെങ്ങാത്തം അത് മൗനത്തിന്റെ ചടുല നൃത്തമാണ്. ഓരോ ചുവടും സൂക്ഷിച്ചു വെക്കണം. ഓരോ വീഴ്ചയിലും നിഴൽ നൃത്തമാടുക തന്നെ ചെയ്യും. അവൻ ആക്രോശിക്കും, അട്ടഹസിക്കും, പരിഹാസത്തോടെ നിന്നെ ഇരുട്ടിന്റെ അഗാധതയിലേക്ക് തള്ളിയെറിയും. നിഴലിന്റെ നിണമണിയാത്ത ആട്ടത്തിന്റെ ഒരു ദൃശ്യാവിഷ്കാരം. വിക്രം എന്ന കഥാപാത്രമായി നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു അലക്സ് യോഹന്ന. അനിത എന്ന ശ്രദ്ധേയമായ വേഷത്തെ അവതരിപ്പിക്കുന്നു റൂബി എൽദോ. ഇൻസ്പെക്ടർ ഷിനോജ്. അമ്മയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഷൈജു ജോസ്. മായ ആൻഡ് മഡു എന്ന കഥാപാത്രങ്ങളായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നു സ്റ്റെഫി ജിതിൻ ആൻഡ് ആൽവിൻ രാജു. ഡോക്ടർ അലക്സാണ്ടറായി എത്തുന്നു ബിജോയ് ജോർജ്. തിരശീലയുടെ മറവിൽ ലജീവിനും നിസിയുടെ പുറകിൽ ചെറുതും വലുതുമായി ഓരോ സഹായ കരകളെയും സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. ഇതാ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ഹേസ് അവതരിപ്പിക്കുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ നാടകം. കുട്ടികളെ ശാന്തമായിരിപ്പീൻ. മുതിർന്നവരെ കാതും കണ്ണും കൂർപ്പിക്കുവീൻ. നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ സദയം സമർപ്പിക്കുന്ന നാടകം നിഴൽ. ഒരാവശ്യത്തിന് ഒറ്റെണ്ണത്തെ കാണത്തില്ല. എല്ലാവർക്കും ക്രിസ്മസ് അവധി വേണം. ക്രിസ്മസ് ആണത്തെ ക്രിസ്മസ്. എന്ത് ക്രിസ്മസ്? പണ്ടാരോ പറഞ്ഞുണ്ടാക്കിയ നുണക്കഥ. അല്ല, ദൈവം പശുത്തൊഴുത്തിലാണ് ജനിക്കുന്നത്. അത് വിശ്വസിക്കാൻ കുറെ മണ്ടന്മാര്. റൂം 201, 145, 108, 96 എത്ര ബുക്കിംഗ് ഉണ്ടായിരുന്നു? എല്ലാം ക്യാൻസൽ ആക്കേണ്ടി വന്നു. ഇവന്മാരുടെ ഒരു ക്രിസ്മസ് ആഘോഷം. ക്രിസ്മസ് അല്ലേ? എല്ലാ ജീവനക്കാരും അവധിക്ക് പോയേക്കും. അവര് കഷ്ടപ്പെടുന്നു. അവര് ഫാമിലിയോട് എൻജോയ് ചെയ്യട്ടെ. വിക്രമിന്റെ നല്ല മനസ്സ്. ഞാനൊരു ബുദ്ധിമുട്ടായോ? ഒരിക്കലും ഇല്ല അനിത. അനിത ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമർ അല്ലേ? ഒരിക്കലും ഒരു ബുദ്ധിമുട്ടല്ല. ദൂരെ നിന്ന് യാത്ര ചെയ്തു വരുമ്പോൾ സേഫായി എനിക്ക് നിൽക്കാൻ ഒരിടം, അതാണ് ഈ ഹോട്ടൽ. നാളെ ഒരു ഒഡീഷൻ ഉണ്ട്. വിക്രമിന് അറിയാമല്ലോ, അഭിനയം അതെന്നും എനിക്കൊരു ലഹരിയാണ്. തീർച്ചയായിട്ടും അധികം താമസിക്കാതെ അനിതയുടെ ഈ ഹാർഡ് വർക്ക്, പാഷൻ ഞങ്ങൾക്ക് ഉറപ്പായിട്ടും അനിത ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിക്കും. താങ്ക് യു വിക്രം. ഒരു നിമിഷം അനിത. അനിത, റൂമിന്റെ താക്കോൽ 203 മുറിയുടെ താക്കോൽ. You always surprise me, Vikram. 203 നമ്പർ മുറി എന്നും എന്റെ ഫേവറേറ്റ് ആണെന്ന് മറന്നിട്ടില്ല. ശരി, എന്നാ ഞാനൊന്ന് ഫ്രഷ് ആവാം. ശരിയാണ്. ഒരു നിമിഷം. വൈകിട്ട് 4 മണിക്ക് ഒരു ചായ കുടിച്ചാൽ എനിക്കൊരു കാര്യം പറയാം. അതിനെന്താ വിക്രം, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. രംഗം 2. വിക്രം അമ്മയ്ക്കരികെ. ആ പെണ്ണ് വീണ്ടും വന്നു അല്ലേ? അമ്മേ,
അവൾ എപ്പോഴും ഇവിടെ വരാറുണ്ട്, എന്നോടൊപ്പം ചായ കുടിക്കാറുണ്ട്. പക്ഷേ എന്തോ എനിക്ക് അവളോട്. അവൾ നിന്നെ ഒരിക്കലും കാണില്ല. നീ ആരാണെന്ന് അവൾ അറിയില്ല. ആർക്കും അറിയാത്തവനാണ് നീ. അതല്ല അമ്മേ, അവള് നല്ലവളാണ്. നീ ഒരിക്കലും സന്തോഷിക്കരുത്. നിനക്കതിനുള്ള അർഹതയില്ല. നിന്നോട് ചേർന്നിരിക്കുന്ന ആർക്കും സന്തോഷം ഉണ്ടാവാതിരിക്കട്ടെ. ഈ സന്തോഷത്തിൽ നിന്നും ഈ സ്നേഹത്തിൽ നിന്നും നിന്നെ ഞാൻ രക്ഷിക്കും. എന്റെ ജീവിതത്തിൽ സന്തോഷം ഞാൻ അറിഞ്ഞിട്ടില്ല. അതുപോലെ ആ സന്തോഷം നീയും അറിയരുത്. എന്തിനാണ് അമ്മ എന്റെ സന്തോഷങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത്? നിന്റെ അച്ഛന്റെ അതേ രക്തം തന്നെ അല്ലേടാ നീയും. എന്റെ ശരീരത്തിലെ മുറിപ്പാടുകളും ഞാൻ ഏറ്റുവാങ്ങിയ തീരാ നോവുകളും നിന്റെ അച്ഛന്റെ ആക്രോശങ്ങളും ഇന്നും ഈ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ഉണങ്ങാത്ത മുറിവിന്റെ വേദന 9 മാസം എന്ന കണക്കിൽ നീയും കൂടെ അനുഭവിക്കുക. കടന്നുപോ എന്റെ മുമ്പിൽ നിന്ന്. രംഗം 3. സമയം എത്രയായിട്ടും അനിതയെ കണ്ടില്ലല്ലോ. എങ്ങനെ സമയത്ത് വരാനാ? സിനിമാക്കാരിയല്ലേ, കൃത്യനിഷ്ഠ ഉണ്ടാവും. വല്ല കിനാവ് കണ്ടിരിക്കുമായിരിക്കും. സോറി, ഞാൻ കുറച്ച് ലേറ്റ് ആയി, ഒന്ന് മയങ്ങിപ്പോയി. യാത്രാക്ഷീണം. എനിക്ക് വിക്രമിനോട് ഒരു പ്രത്യേക അടുപ്പമുണ്ട്. സോ ഐ വുഡ് ലൈക്ക് ടു ഷെയർ എ ഹാപ്പി ന്യൂസ് വിത്ത് യു. പറയൂ അനിത. ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയിൽ തരക്കേടില്ലാത്ത ഒരു റോളിന് അവസരം ലഭിച്ചു. അതിന്റെ അഡ്വാൻസും അവർ തന്നു കഴിഞ്ഞു. ഷൂട്ടിംഗ് ഉടനെ ആരംഭിക്കും. ഷൂട്ടിംഗ് തുടങ്ങിയാൽ പിന്നെ ഞാൻ ആകെ തിരക്കിലാവും. എന്താ വിക്രം, ഒരു കൺഗ്രാറ്റ്സ് പോലും ഇല്ലേ? കൺഗ്രാറ്റുലേഷൻസ് അനിത. അനിതയുടെ സ്വപ്നമായിരുന്നല്ലോ. തീർച്ചയായിട്ടും അനിതയ്ക്ക് അത് ലഭിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു വിക്രം. അല്ല, വിക്രമിന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതില്ല അനിത. ഇന്ന് അനിതയുടെ ദിവസമല്ലേ. ഇന്ന് നമുക്ക് ഇത് എൻജോയ് ചെയ്യാം. അത് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം. ശരി, എന്നാ ഞാൻ പോവാ. ശരിയാണ്. ഗുഡ് നൈറ്റ്. രംഗം 4. ഒരാഴ്ചയ്ക്ക് ശേഷം അനിതയുടെ തിരോധാനം അന്വേഷിക്കുവാൻ ഹോട്ടൽ നിഴലിന്റെ പടിവാതിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എത്തിയപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനൊരു അനിതയെ അന്വേഷിച്ചു വന്നതാണ്. ഏതനിത? ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന അനിത. ഓ, 203 മുറിയില്ലേ? 203 നമ്പർ റൂം എന്ന് വെച്ചാൽ? അല്ല, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ ഇൻസ്പെക്ടർ ജോർജ്, ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്നാണ്. ഈ
അനിത കുറച്ചു നാളുകളായി മിസ്സിംഗ് ആണ്. ലാസ്റ്റ് അവർ വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവൾ ഇവിടെയാണ് താമസിച്ചറിഞ്ഞത്. അവൾ ലാസ്റ്റ് എന്നാണ് ഇവിടെ വന്നത്? സാറേ, ഓർമ്മ ശരിയാണെങ്കിൽ അവള് ക്രിസ്മസിന്റെ തലേ ദിവസം, അതായത് 24-ാം തീയതി വൈകിട്ട് തൊട്ടടുത്ത ദിവസം എന്തോ ഓഡീഷൻ എന്ന് പറഞ്ഞ് അവൾ ഇവിടുന്ന് പോവുകയും ചെയ്തു. അവൾ ഇവിടെ ലാസ്റ്റ് എന്നാ വന്നതെന്നാ പറഞ്ഞത്? ഈ 25-ന്റെ തലേ ദിവസം. അവൾ താമസിച്ച റൂം ഏതാണ്? റൂം എനിക്കങ്ങനെ ഓർമ്മയില്ല സാറേ, റൂം നമ്പർ ഓർമ്മ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നിവിടെ താമസിക്കാൻ തീരുമാനിച്ചു. സാറേ, ഇവിടെ ജീവനക്കാർ. എനിക്ക് ആ 203-ാം നമ്പർ റൂമിന്റെ കീ ഒന്ന് വേണമായിരുന്നു. സാറേ, 203-ാം മുറിയുടെ ഫാൻ വർക്ക് ചെയ്യുന്നു. കുഴപ്പമില്ല, ഞാൻ ജനൽ തുറന്നിട്ടോളാം. ശരി സാറേ, സാറേ ഒരു എനിക്ക് നാളെ ഇവിടുത്തെ എല്ലാ ജോലിക്കാരെയും ചോദ്യം ചെയ്യണം. നാളെ എനിക്ക് എല്ലാവരെയും രാവിലെ തന്നെ കാണണം. സാർ, ഇവിടുത്തെ ജീവനക്കാരെല്ലാവരും അവധിക്ക് പോയേക്കാം. എനിക്കതൊന്നും കേൾക്കണ്ട. നാളെ എനിക്ക് രാവിലെ എല്ലാവരെയും കാണണം. ശരി സാർ, ശരി സാർ. കണ്ണൻ കപ്പലിൽ തന്നെ. രംഗം 5. വിക്രം അമ്മയ്ക്കരികെ. അവനെ ഇവിടെ നിൽക്കാൻ അനുവദിക്കുകയായിരുന്നു. നിന്റെ തീരുമാനങ്ങൾ അതെന്നും തെറ്റ് തന്നെയാണ്. അമ്മ, എന്തിനാ എന്നെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കുന്നത്? എനിക്ക് സ്വസ്ഥമായി ജീവിക്കണം. എത്ര നാളായി എന്റെ ദൈവമേ ഞാനൊന്ന് ഉറങ്ങിയിട്ട്. ഒരു പോലീസുകാരനെയാണ് അമ്മ ഇല്ലാതാക്കിയത്. ഇനിയും എന്തൊക്കെ അനുഭവിക്കണം? ആരോടൊക്കെ സമാധാനം പറയണം? അവൻ ഈ പുലർച്ചെ കാണാനുണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു പൂരം. ചെല്ല്, പോയി പണിയെടുക്ക്. അമ്മ പറഞ്ഞിട്ടില്ലേ, എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം. രംഗം 6. സ്വന്തം സഹോദരിയെ കാണാതെ ആകുലത തളം കെട്ടി നിൽക്കുന്ന ഹൃദയവുമായി സഹോദരി മായയും ഭർത്താവും മനുവും ഹോട്ടലിന്റെ വാതിൽക്കൽ എത്തിച്ചേരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് മായ. ഈ ഫോട്ടോയിൽ കാണുന്നത് എന്റെ ചേച്ചി അനിതയാണ്. ചേച്ചി ഇവിടേക്ക് വരുന്നെന്നും പറഞ്ഞാണ് വന്നത്. ഒരാഴ്ചയായിട്ട് ഒരു വിവരവും ഇല്ല. പോലീസ് തിരയുന്നുണ്ട്. ഇവിടെ വന്നിരുന്നോ? അനിത എന്ന് പറയുമ്പം സിനിമയിൽ അഭിനയിക്കുന്നു. ഇവിടെ വന്നിരുന്നു ക്രിസ്മസിന്റെ തലേ ദിവസം. തൊട്ടടുത്ത ദിവസം ഒരു ഓഡീഷൻ കിട്ടി, ഷൂട്ടിങ്ങിന് പോവാന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. ചേച്ചി എപ്പോഴും ഈ ഹോട്ടലിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. ചേച്ചി ഇവിടെ വരുന്നെന്നാണ് അവസാനവും പറഞ്ഞത്. ചേച്ചി റൂം വെക്കേറ്റ് ചെയ്തിരുന്നോ? ഇല്ല, പുള്ളിക്കാരുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം തന്നെ റൂമിലുണ്ട്. ഞാൻ മായയുടെ ഭർത്താവ്. ഞങ്ങൾ ആ റൂം ഒന്ന് കണ്ടോട്ടെ. ഇല്ലില്ല, ആ റൂം കാണാൻ പറ്റത്തില്ല. വെക്കേറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് ചേച്ചി അധികം ദൂരെ പോയി കാണത്തില്ലല്ലോ. ഇവിടെ വേറെ താമസക്കാരൊന്നുമില്ലേ? ഇവിടെ എല്ലാ ജീവനക്കാരും അവധിക്ക് പോയേക്കാം. പിന്നെ എന്റെ അമ്മ താമസിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ആരോടും സംസാരിക്കാനും താല്പര്യമില്ല. അമ്മ മുറിയുടെ പുറത്ത് ഇറങ്ങാറില്ല. ഇതാക്കി.
ശബ്ദമല്ലേ കേൾക്കുന്നത്? അതാ ഹോട്ടൽ ഉടമസ്ഥന അമ്മയായിരിക്കും. അതിനവര് റൂമിന് പുറത്ത് ഇറങ്ങില്ല എന്നല്ലേ പറഞ്ഞത്? അയാൾ അങ്ങനെ പറഞ്ഞായിരുന്നു. അതെ, എനിക്ക് അവരെ ഒന്ന് കാണണം. അവരെന്തായാലും ചേച്ചിയെ കണ്ടിട്ടുണ്ടാവും. അമ്മയുടെ മുറിയിൽ പോകരുത്, അമ്മയ്ക്ക് അത് ഇഷ്ടമാവില്ല എന്നൊക്കെ പറഞ്ഞതിൽ എനിക്ക് എന്തോ ഒരു സത്യക്കേട് തോന്നുന്നുണ്ട്. ഞാൻ നാളെ എന്തായാലും അവരെ കാണും. രംഗം 8. ഫോറൻസിക് സൈക്കാട്രിക് വിദഗ്ധൻ ഡോക്ടർ അലക്സാണ്ടർ മായയും മനുവിന്റെയും അരികിലേക്ക്. ഇൻസ്പെക്ടർ എന്നെ വിളിച്ചിരുന്നു. നിങ്ങൾ വരുന്ന കാര്യം പറഞ്ഞിരുന്നു. I'm sorry for your loss. I can understand your feelings. Vikram ഒരു മനോരോഗിയാണ്. In medical terms, he was diagnosed with psychotic disorder with dissociative symptoms and hallucination. And this is trauma related. ബാല്യത്തിൽ അനുഭവിച്ച കഠിനമായ മാനസിക പീഡനങ്ങളും ഒറ്റപ്പെടലും കുടുംബത്തിലെ സ്ഥിരമായ സംഘർഷങ്ങളും അവന്റെ മനസ്സിലെ സമനില തെറ്റിച്ചു. അപ്പോ വിക്രമിന്റെ അമ്മ ശരിക്കും മരിച്ചിട്ടുണ്ടാവുമോ? വീട്ടിലെ സംഘർഷങ്ങളും വഴക്കുകളും പീഡനങ്ങളും കൊണ്ട് ആ അമ്മയും ഒരു രോഗിയായിരുന്നു. ആ അമ്മയെ ഞാൻ ചികിത്സിച്ചിട്ടില്ല. ബട്ട് വിക്രം വാസ് മൈ പേഷ്യന്റ്. ബട്ട് ഹി നെവർ കണ്ടിന്യൂഡ് ഹിസ് ട്രീറ്റ്മെന്റ്. ഒരു കുട്ടിക്ക് അവന്റെ ശരീരം മാത്രമല്ല അവന്റെ മനസ്സും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ വിക്രമിന് അങ്ങനെ ഒരു കുട്ടിക്കാലമില്ല. ചെറുപ്പത്തിൽ ഒരുപാട് യാതനകൾ സഹിച്ചാണ് അവൻ വളർന്നത്. ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി. ഇപ്പോൾ തന്നെ വിക്രമിന് ഉള്ള അസുഖത്തിന്റെ ഭാഗമായി അവന് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുവാനും നമ്മൾ ആരും കാണുന്നത് പോലെ തോന്നുകയൊക്കെ ചെയ്യും. അവന്റെ അമ്മ മരിച്ചെങ്കിൽ പോലും ആ അമ്മ അവന്റെ കൂടെ ഉള്ളതായി അവൻ സങ്കല്പിക്കുന്നു. ആ അമ്മ അവനെ ഉപദേശിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതായി അവൻ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മയുടെയും മകന്റെയും സമനില തെറ്റാനുള്ള കാരണം അവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന അസുന്ദര അവസ്ഥകൾ തന്നെയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒറ്റപ്പെടലും പീഡനങ്ങളും യാതൊരു സപ്പോർട്ടും കിട്ടാതെ വളർന്നു വരുന്ന പല കുട്ടികളിലും കണ്ടുവരുന്ന ഒരു ട്രോമാറ്റിക് ഡിസോർഡറാണ് നമ്മുടെ വിക്രമിനും ഉള്ളത്. ലീഗലി യെസ്, ഹി ഈസ് എ ക്രിമിനൽ. ബട്ട് മാനസിക രോഗം അതൊരു പാപമല്ല, ഒരു തെറ്റുമല്ല. പക്ഷെ അവനൊരു പാപിയാണ്. അവൻ എന്റെ ചേച്ചിയാണ് കൊന്നത്. I can understand your feelings. Very sorry for that. നമ്മൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. തകർന്ന കുടുംബങ്ങൾ കുട്ടികളുടെ തകർന്ന ജീവിതങ്ങളാണ്. സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇല്ലാത്ത ജീവിതം. അവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനോ വിശ്വസിക്കുവാനോ ഒക്കെ പ്രയാസമാണ്. അവർ ദുഷ്ടരല്ല. അവർ ദുഷ്ടരല്ല എന്ന് മാത്രമല്ല, അവർ ഒരുപാട് വേദന തിന്നവരാണ്. ഒരിക്കൽ ഒരുപാട് വേദന അനുഭവിച്ചവരാണ്. ഇന്നും ആ വേദനയോടെ ജീവിക്കുന്നവരാണ്. അവർ ക്രിമിനലാണ് അല്ലെങ്കിൽ അവരൊരു കുറ്റവാളിയാണ്, ഒരു ദുഷ്ടനാണ് എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ അവരെന്തുകൊണ്ട് അങ്ങനെ ആയി എന്ന് ചോദിക്കുവാനോ ചിന്തിക്കുവാനോ നമ്മളോ നമ്മുടെ സമൂഹമോ തയ്യാറാകുന്നില്ല.
ഒരു കുട്ടി സന്തോഷത്തോടെയും സമാധാനത്തോടെയും വളർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും ഒക്കെ കടമയാണ്. നമ്മുടെ ബൈബിളിൽ പറയുന്നത് പോലെ ബാലനെ അവൻ നടക്കേണ്ടുന്ന വഴിയിൽ പരിശീലിപ്പിക്കുക, വൃദ്ധനായാലും അവൻ അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ഇവിടെ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി വിക്രം ആശുപത്രിയുടെയും പോലീസിന്റെയും ഒക്കെ പ്രോസസ്സിനിടയിലായിരിക്കും. എങ്കിലും നമ്മൾ തിരിച്ചറിയാത്ത ചില സത്യങ്ങളുണ്ട്. നിങ്ങളിൽ ഒരു വിക്രമുണ്ടോ? നമ്മുടെ ഇടയിൽ നമ്മളൊരു വിക്രമിനെ വളർത്തുന്നുണ്ടോ? ഇനി ഒരിക്കലും ഒരാൾക്കും ഈ ഒരു സ്ഥിതി വരാതിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കാം. നന്ദി. തിരഞ്ഞു പിടിച്ച നമ്മുടെ ജീവിതയാത്രയിൽ കലുഷിതമാകുന്ന കുടുംബജീവിതത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു നിഴൽ. പണത്തിനും പ്രശസ്തിക്കും പുറമെ ഓടി നമ്മൾ കിതയ്ക്കുമ്പോൾ മറന്നുപോകുന്ന കടമകൾ നമ്മുടെ ജീവിതത്തിലും അതുവഴി നമ്മുടെ കുട്ടികളിലും ചെലുത്തുന്ന സ്വാധീനങ്ങൾ നമ്മൾ തിരിച്ചറിയണം. കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട സമയം അവരുടെ ഔദാര്യമല്ല, അവരുടെ അവകാശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ക്രിസ്തുമസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പ്രതിസന്ധിയിലും തളരാതെ പോയ ഒരു തിരുക്കുടുംബത്തെയാണ്. അതിന്റെ അടിസ്ഥാനം പ്രാർത്ഥനയും ദൈവവിശ്വാസവുമാണ്. നമ്മുടെ കുട്ടികളിലും ആ വിശ്വാസം വളർത്തുകയും അതുവഴി പ്രതിസന്ധികളിൽ തളരാതെ ക്രിസ്തുവിനോട് ചേർന്ന് മുന്നോട്ട് യാത്ര ചെയ്യുവാനുള്ള ആത്മവിശ്വാസമാണ് നൽകുന്നത്. ദൈവനാമത്തിലുള്ള കൂട്ടായ്മകളും ആഘോഷങ്ങളും അതിനുള്ള മാർഗങ്ങളാണ്. ഈ എളിയ നാടകം അതിനുള്ള ഒരു തിരിച്ചറിവാകട്ടെ. ക്രിസ്തു ആകട്ടെ നമ്മുടെ നിഴൽ.